വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ഇവിടെ ഞാനൊരു ജാതിക്ക പൊടിച്ചത്, പിന്നെ 2 തക്കോലം, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ബേ ലീഫ്, പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു, എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഷാജീരയാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മുഴുവനായിട്ടുള്ള കുരുമുളക് 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തണുപ്പിക്കാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്കുള്ള മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ആദ്യം 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. എരിവ് നിങ്ങളുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച ബിരിയാണി മസാല 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ചിക്കന്. ഇനി അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഫ്രൈഡ് ഓണിയൻസാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 വലിയ സവാള കട്ട് ചെയ്തിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ് കേട്ടോ. ഇതധികം കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ചിക്കനിലും അതേ ഒരു കയ്പ്പ് വരും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഷാജീരയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിന ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം യോഗേർട്ടാണ് ഞാൻ അതിന് കട്ടി തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 200 ഗ്രാം ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല ചിക്കനെ ടെൻഡറൈസ് ചെയ്യും ഇങ്ങനെ നമ്മൾ യോഗേർട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ പീസിലേക്കും മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സാക്കി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നു പോയത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുടെ വെളിച്ചെണ്ണയില്ലേ, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്ത ഓയിൽ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ല നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചിക്കൻ ഓവർനൈറ്റ് വയ്ക്കുന്നില്ല. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് അതേ കടായിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടെ ഇടുകയാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ നമ്മൾ കടായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ ഇഷ്ടം പോലെ മസാല ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള മസാലയും കൂടെ നമ്മൾ ഈ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ധാരാളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പാത്രത്തിൽ മസാല എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കടായിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് ബോയിലാവണം. അതിനുശേഷം നമുക്കൊരു ലിഡ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സിൽ നമുക്കിത് കുക്കായി വരും. അപ്പോൾ ഈ ചിക്കൻ കുക്കായി വരുന്നതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുടെ എണ്ണ തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൈസസൊക്കെ നമുക്ക് ആ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അതൊരു 30 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരി വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക്
2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോൾ ഞാനിവിടെ 3.5 കപ്പ് അരിക്ക് ഒരു 7 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പൊന്നും മുന്നിട്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളച്ചതിന് ശേഷം നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വരും കേട്ടോ റൈസ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഫ്ലെയിമിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമ്മൾ റൈസ് നോക്കുന്ന സമയത്ത് ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ 7 മിനിറ്റും പ്ലസ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതേപോലെ ചിക്കനും നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് പുതിനയില ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചിക്കനിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. നോർമലി ഹൈദരാബാദി ബിരിയാണിയിൽ പുതിന ആഡ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ദമ്മ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇതേപോലൊരു പാത്രം വെച്ചിട്ട് ഗീ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തു. ഇനി ആദ്യത്തെ ലെയർ ഞാൻ വയ്ക്കുന്നത് ചിക്കനാണ്. അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ആ ഗ്രേവിയോടെ ഞാൻ ചിക്കൻ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് അത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബിരിയാണി മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഈ ബിരിയാണി മസാല ആഡ് ചെയ്യുമ്പോൾ. ഇത് ഓവർ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. റൈസ് ഞാൻ ഏകദേശം ഫുള്ള് ടോപ്പ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് ഫ്രൈഡ് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാലിൽ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും മുകളിലൊന്ന് ഒഴിക്കുകയാണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ച് കൊടുത്താലും മതി. ഒരു യെല്ലോ കളർ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ്. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചൂടോടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.